ഹലോ ആർമീസ്. പല രീതിയിൽ ആൾക്കാരെ പറ്റിക്കാറുണ്ട്. അതുപോലെ BTS ആർമീസിനെ BTS മെമ്പേഴ്സ് ആണെന്നും പറഞ്ഞ് പറ്റിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും ട്വിറ്ററിലും ഒക്കെ. ഒരു ആർമി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അറിയാൻ മേലാത്ത ആർമീസിനൊക്കെ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ആ കുട്ടി മെസ്സേജ് അയച്ചിരുന്നത്. ഈ ആർമി അയച്ച മെസ്സേജ് എന്താന്ന് വെച്ചാൽ ജങ്കുക്കിന്റെയും BTS മെമ്പേഴ്സിന്റെ ഒക്കെ പേരിൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ ജങ്കുക്ക് ആണ് അല്ലെങ്കിൽ BTS മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞ് പ്രിറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അറിയാത്ത ഒരുപാട് ആർമീസ് ഉണ്ട്. അവരത് വിശ്വസിച്ചിട്ട് ഇപ്പം നമുക്കറിയാം ചെറിയ ചെറിയ റൂമറൊക്കെ ഇറങ്ങുകയാണെങ്കിലും അവരത് വിശ്വസിക്കുന്ന ആർമീസ് ഉണ്ട്. അത് സത്യമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ഈ അക്കൗണ്ടുകൾ സ്വന്തമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ജങ്കുക്കാണെന്ന് പ്രിറ്റൻഡ് ചെയ്യുന്ന ഇതുപോലത്തെ അക്കൗണ്ടുകൾക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ അത് കാണുന്നവർ ഓർക്കും ഇത് ചിലപ്പോൾ ഇനി ജങ്കുക്കിന്റെ ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരിക്കാം. പ്രൈവറ്റ് അല്ല, ജങ്കുക്ക് ഒഫീഷ്യലായിട്ട് ഷെയർ ചെയ്യാത്ത ഒരു അക്കൗണ്ട് ആയിരിക്കാം എന്ന് കരുതിയിട്ടായിരിക്കും കുറെ പേരൊക്കെ അത് ഫോളോ ചെയ്യുന്നത്. ഈ ആർമി ആണെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ അഡ്മിൻ അത്ര മൈൻഡ് ഒന്നും ചെയ്തില്ല, കാര്യമായിട്ട് റിപ്ലൈ ഒന്നും കിട്ടിയില്ലെന്നാണ് ഈ ആർമി പറഞ്ഞത്. അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലും ഒക്കെ ഇതിനെപ്പറ്റി ആ കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും റിപ്ലൈ കൊടുത്തില്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ കുട്ടി അയച്ചു കൊടുത്തത് ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലെ അഡ്മിനാണ് അയച്ചു കൊടുത്തത്. ഡീറ്റെയിൽ എല്ലാം പറഞ്ഞിട്ട് ആ ലിങ്ക് എല്ലാം കൊടുത്തിട്ടാണ് അയച്ചിട്ടുള്ളത്. പക്ഷെ അയാൾ ജസ്റ്റ് ഓക്കെ മാത്രമാണ് ആ അഡ്മിൻ റിപ്ലൈ കൊടുത്തത്. എന്നിട്ട് ഈ കുട്ടി ചോദിക്കുന്നുണ്ട് ഡിഡ് യു ഫൈൻഡ് സംതിങ് എന്ന്. അതിന് റിപ്ലൈ ഒന്നുമില്ല. പിന്നെ ഹായ് ഒന്നും അയച്ചിട്ട് മൈൻഡ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ കുറെ ആർമി ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. എല്ലാം ഒരു പ്രകസനത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. കാരണം അലിസി ഗ്രൂപ്പിൽ ഒരു കാര്യം പറയുമ്പോൾ ആർമീസിന് ഒരു അവയർനെസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പോലും അതിനെക്കുറിച്ച് അല്ലെങ്കിൽ മൊത്തത്തിൽ അതിൽ ഒരുപാട് മെമ്പേഴ്സ് കാണും. അവരെയൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് റിപ്പോർട്ട് അടിക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു ആക്ഷൻ പോലും ആ ഗ്രൂപ്പ് ഒന്നും എടുത്തിട്ടില്ല. ഇതുപോലെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് മല്ലു BTS ആർമീസ് ഗ്രൂപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിലൊക്കെ അഡ്മിൻ്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ട് അതിന്റെ ഉത്തരവൊക്കെ പറഞ്ഞാലുള്ള ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യത്തുള്ളൂ എന്നൊക്കെ ആയിരുന്നു ഈ കുട്ടി പറഞ്ഞത്. എന്നിട്ടാണ് അതിനെ പറ്റി ആക്ഷൻ ഒന്നും എടുക്കാത്തത്. എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ കൂട്ടുക എന്ന് മാത്രമാണെന്ന് തോന്നുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം. അർമീസ്, നിങ്ങൾ ഇതുപോലത്തെ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിലുള്ളതാണോ? കാണുമായിരിക്കും. കാരണം കേരളത്തിൽ ഇഷ്ടംപോലെ മല്ലു ആർമി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്ര ആക്റ്റീവ് ഒന്നും അല്ല. നിങ്ങളൊക്കെ എന്താ ഗ്രൂപ്പിൽ ചെയ്യാറുള്ളത്? സ്ട്രീം പാർട്ടീസ് നടത്താറുണ്ടോ? അതോ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ കുറച്ച് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കൂടുതലും ചെയ്യാറുള്ളത് ജസ്റ്റ് ബയാസിനെ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ ഓരോ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ഇത് എൻ്റെ ബയാസാണ്, എൻ്റെയാണ്, അല്ലെങ്കിൽ ജങ്കുക്ക് നിൻ്റെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ ലെഫ്റ്റ് ആയത്. ജസ്റ്റ് അഡ്മിന്മാരുടെ ഒരു ഫേവറിൽ മാത്രം പോകുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്ഡേഷൻസ് ഒന്നും അറിയാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ നല്ല നല്ല ഗ്രൂപ്പുകളും കാണുമായിരിക്കാം. അങ്ങനെയുള്ള ഗ്രൂപ്പിൽ നിങ്ങളുള്ളവരാണെങ്കിൽ കമൻറ്റിൽ പറയണേ. ഞാനത് എനിക്ക് തോന്നുന്നു ഒരു BTS ആർമി ആയ സമയത്തായിരുന്നു ആ ഗ്രൂപ്പിലൊക്കെ കയറി. അപ്പം എനിക്ക് മനസ്സിലായി ഇതിനൊന്നും അപ്ഡേഷൻ ഒന്നും അറിയത്തില്ലെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ അതിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുമായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് അപ്ഡേഷനൊക്കെ അറിയാനായിട്ടുള്ള സോഴ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ ഗ്രൂപ്പുകളെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഉപകാരം ഇല്ലാത്തടത്ത് നിൽക്കാത്തതാണ് നല്ലത്. ഇനി എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അതായത് ഒരുപാട് അക്കൗണ്ടുകൾ BTS മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞ് പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഫാൻ അക്കൗണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഫാൻ അക്കൗണ്ട് ഇത് BTS മെമ്പർ ആണെന്നും പറഞ്ഞ് കൃത്യമായി പ്രിറ്റൻഡ് ചെയ്യുന്ന പോലത്തെ അക്കൗണ്ട് ഒരുപാടുണ്ട്. അവരെക്കുറിച്ചുള്ള ഒരു അവയർനെസ് മാത്രം തരാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അത് അറിയാവുന്ന, അങ്ങനെ അല്ല ഇതൊക്കെ ഫേക്ക് ആണെന്ന് അറിയാവുന്ന ആർമീസ് കാണും. ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിത് വീഡിയോ ചെയ്യുന്നതെന്ന് ഒന്നും കൂടെ എടുത്ത് പറയുക. ഒരു വാർണിംഗ് അവയർനെസ് വീഡിയോ ആയിട്ട് മാത്രം കരുതുക. അത് മാത്രമല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഈ അക്കൗണ്ടൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാനും നോക്കുക. ആർമീസ്, നമ്മളിത് കേൾക്കുമ്പോഴത്തേന് അതത്ര വലിയ ഞങ്ങളിതൊന്നും വിശ്വസിക്കാത്തവരാണെന്ന് തോന്നും. പക്ഷെ വിശ്വസിക്കുന്ന ആർമീസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ 2023-24 സമയത്തൊക്കെ ഉള്ള ഒരുപാട് പുതിയ ഈ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ജങ്കുക്കാണ് അല്ലെങ്കിൽ BTS മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞ് പ്രിറ്റൻഡ് ചെയ്യുന്നത്. ജങ്കുക്കാണെന്ന് ഞാൻ പറയാൻ കാരണം ജങ്കുക്ക് ഇടയ്ക്കിടയ്ക്ക് അക്കൗണ്ട് ഡിലീറ്റ് ആക്കുകയും വീണ്ടും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൂടുതലും ജങ്കുക്കിൻ്റെയാണ് ഇങ്ങനത്തെ അക്കൗണ്ടുകൾ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ആർമി പറഞ്ഞ ഡീറ്റെയിൽസിൽ നോക്കുവാണെങ്കിൽ ഇവർ ഈ ജങ്കുക്കിൻ്റെ, അതായത് ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഈ ഒരു ജങ്കുക്കാന്ന് പ്രിറ്റൻഡ് ചെയ്യുന്ന അക്കൗണ്ടിൽ നിന്ന് ആർമീസിന് മെസ്സേജ് അയക്കും. ഇത്ര രൂപ ആവശ്യമുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. കുറച്ച് ആർമീസൊക്കെ അത് വിശ്വസിച്ചിട്ട് പൈസ അയച്ചു കൊടുക്കും. പക്ഷേ ചിലർക്ക് മനസ്സിലാവും ഇത് ഉടായിപ്പാണ്, ജങ്കുക്കിന് ഇങ്ങനെ അയക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരും ഉണ്ട്. ഇത് ചെറിയ ചെറിയ റൂമറൊക്കെ കേട്ടിട്ട് സത്യമാണെന്ന് വിചാരിക്കുന്ന ആർമീസ് ഇല്ലേ, അതുപോലുള്ളവരായിരിക്കും ഇതിൽ പോയി ട്രാപ്പിലാവുന്നത്. ആർമീസ് ഇവിടെ നമ്മൾ കുറേ അക്കൗണ്ട് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഫേക്ക് അക്കൗണ്ട് ആണ്. ഇതിൽ നിന്നാണ് ആൾക്കാർ പൈസയൊക്കെ ചോദിക്കുന്നത്. ജങ്കുക്കിൻ്റെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ജങ്കുക്ക് BTS ഒഫീഷ്യൽ എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ട്. അതിന് എനിക്കൊന്ന് 4.8 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ഒക്കെ ആണെങ്കിലും ഇവർ നൈസായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ വെച്ചിട്ടാണ്
മാറ്റുന്നത്. അപ്പോൾ ആർമീസ് ഒക്കെ അത് വിശ്വസിക്കും. കാരണം ഇത്രയും ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ജങ്കുക്കിന്റെ അക്കൗണ്ട് ആണെന്ന് കരുതുന്നതാണ്. ബയോയിലൊക്കെ ആണെങ്കിലും ഹലോ ദിസ് ഈസ് ജങ്കുക്ക് വെൽക്കം ടു മൈ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് എന്നൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഈ അക്കൗണ്ടുകാരുടെ തന്നെ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്, ബംസ് ഡാഡ് എന്നും പറഞ്ഞ്. ഇവർക്ക് ഒരുപാട് അക്കൗണ്ട് ഇതുപോലെ ഉണ്ട്. പ്രിറ്റൻഡ് ചെയ്യുന്നതാണ് ഇവരുടെ മെയിൻ പരിപാടി. അതുപോലെ ഇവരുടെ അടുത്തൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, വീക്ക് വേണ്ടിയാണ്. അതെല്ലാം വേരിഫൈഡ് അക്കൗണ്ട് ആണ്. പൈസ കൊടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ വേരിഫിക്കേഷൻ നടക്കും. അങ്ങനെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച ആർമി നമ്മളോട് ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ നോക്കാവും ചോദിച്ചായിരുന്നു. ഓൾറെഡി ആ കുട്ടി നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് അയച്ചും തന്നിട്ടുണ്ടായിരുന്നു. ഓഡിയോ ഒക്കെ അയച്ചായിരുന്നു, വോയിസ് അയച്ചാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തപ്പിയപ്പോഴത്തേന് ട്വിറ്ററിലാണെങ്കിലും ഓൾറെഡി ഈ കാര്യത്തിനെക്കുറിച്ച് ഒരുപാട് ആർമീസ് സംസാരിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരുപാട് ട്വീറ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. കൂടുതലും ജങ്കുക്ക് BTS ഒഫീഷ്യൽ എന്ന് പറയുന്ന ആ അക്കൗണ്ടിനെ കുറിച്ചാണ്, അതായത് ജങ്കുക്ക് ആണെന്ന് പ്രിറ്റൻഡ് ചെയ്യുന്ന അക്കൗണ്ടിനെ കുറിച്ചാണ്. അത് റിപ്പോർട്ട് അടിക്കണമെന്നൊക്കെയാണ് ആർമീസ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഫാൻ അക്കൗണ്ട് ഒന്നും നമുക്ക് വിഷയമില്ല. പക്ഷെ ഇതുപോലുള്ള അക്കൗണ്ടുകൾ ജങ്കുക്കിന്റെ റെപ്യൂട്ടേഷൻ കളയാൻ നോക്കുകയാണെങ്കിൽ ജങ്കുക്കിനെ മിസ്യൂസ് ചെയ്യുവാണ്, പൈസ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആർമീസിന്റെ അടുത്തുനിന്ന്. അടുത്ത് നമുക്കൊരു എക്സാമ്പിൾ അക്കൗണ്ട് നോക്കാം. ഈ അക്കൗണ്ട് ഓൾറെഡി ആർമീസ് റിപ്പോർട്ട് അടിച്ച് കളഞ്ഞതാണ്. ഇത് ജങ്കുക്കാണെന്ന് പ്രിറ്റൻഡ് ചെയ്ത ഒരു അക്കൗണ്ടാണ്. 1.6 M ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഇതിൽ ഇവര് ആർമീസിന് മെസ്സേജ് അയക്കുമായിരുന്നു. ജങ്കുക്കാന്നും പറഞ്ഞാണ് മെസ്സേജ് അയക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഗൂഗിൾ ഫോം ബ്രോഡ്കാസ്റ്റ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യിപ്പിക്കും. ഈ ഫില്ല് ചെയ്യിപ്പിക്കുന്ന ആർമീസിന്റെ അക്കൗണ്ടും പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം അവരുടെ കയ്യിൽ എത്തുകയായിരുന്നു. അങ്ങനെയാണ് ആർമീസ് ഈ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചത്. അടുത്ത് നമ്മൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ജങ്കുക്കിന്റെ ബമ്മിന്റെ അക്കൗണ്ടിന്റെ അവിടെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ പുതിയ അക്കൗണ്ട് തുടങ്ങിയതുപോലെ യൂട്യൂബിൽ. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ് ജങ്കുക്ക് അത് ഡിലീറ്റ് ആക്കിയായിരുന്നു. പക്ഷെ ആ സമയം കൊണ്ട് ഒരുപാട് ആളുകൾ യൂട്യൂബിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ബംസ് ഡാഡ് എന്ന് പറഞ്ഞ് ജങ്കുക്കാന്ന് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് അക്കൗണ്ടുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ജങ്കുക്കിന് ടിക്ടോക്കിൽ അക്കൗണ്ട് ഉള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ജങ്കുക്കിന്റെ ആണെങ്കിൽ CK ഇട്ട ജങ്കുക്കിന്റെ ഒരു പോസ്റ്റ്, അതിൻ്റെ അടിയിൽ കൊണ്ട് ഒരു ജങ്കുക്കാന്ന് പ്രിറ്റൻഡ് ചെയ്യുന്ന അക്കൗണ്ട് ഒരു കമന്റ് ഇട്ടു. ആ കമന്റിന്റെ അടിയിൽ കൊണ്ട് ജങ്കുക്ക് ഹിഹിന്നിട്ടിട്ട് ഐ ആം ദ റിയൽ വൺ എന്നിട്ടിരുന്നു. ഇത് കുറെ നാൾ മുന്നേ സംഭവിച്ച സംഭവമാണ്. പക്ഷെ ജങ്കുക്ക് തന്നെ അതിന് റിപ്ലൈ കൊടുത്തിട്ട് ഞാൻ റിയൽ വൺ എന്ന് പറഞ്ഞു. നമ്മൾ ഇതിൽ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ അക്കൗണ്ട് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുവാണെങ്കിൽ റിപ്പോർട്ട് അടിക്കുക. ജങ്കുക്ക് BTS ഒഫീഷ്യൽ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നമ്മളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ആ മെസ്സേജ് മൈൻഡ് ചെയ്തിട്ടില്ല. എന്നാലും ഒന്ന് അയച്ചതാണ്. ആ മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ പക്ഷേ ഈ അക്കൗണ്ട് അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് അടിച്ചായിരുന്നു. അതുപോലെ നിങ്ങൾ റിപ്പോർട്ട് അടിച്ചാൽ മതി. ഒരുപാട് ആർമീസ് ഇതുപോലെ റിപ്പോർട്ട് അടിക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ജങ്കുക്കിന്റെ ജങ്കുക്കിന് ഒഫീഷ്യലി ഒരു അക്കൗണ്ടേ ഉള്ളൂ. അത് ആ ബമ്മിന്റെ അക്കൗണ്ടാണ്. അതുപോലെ തന്നെ വീക്ക് ആണെങ്കിലും THV എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ആണുള്ളത്. നമുക്കിപ്പോൾ അറിയാം, നമുക്ക് അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ട് എല്ലാവർക്കും അറിയാം. അതുപോലെ ജങ്കുക്കിന് അക്കൗണ്ട് ഇല്ല. ജങ്കുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ആക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരുപാട് ഫേക്ക് അക്കൗണ്ട് വരാനായിട്ട് ചാൻസ് ഉള്ളത്, പ്രിറ്റൻഡ് ചെയ്തുകൊണ്ടുള്ള അക്കൗണ്ട് വരുന്നത്. ജങ്കുക്കിന് ഒരു അക്കൗണ്ട് ഉള്ളതാ ബമ്മിന്റെ അക്കൗണ്ട് മാത്രമാണ്. അപ്പോൾ ആർമീസ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഇതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് മാത്രം എടുക്കുക. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പിലൊക്കെ പറ്റുവാണെങ്കിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ ആർമീസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കാനോ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വീഡിയോ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചാൽ മതി.